നമുക്ക് ഇതെല്ലാം വെക്കുന്നല്ല അവിടെയെല്ലാം കുറച്ചാക്കിയാലേ ഇങ്ങനെയെല്ലാം കുറച്ച് വൃത്തിയാക്കുക. വീടിൻ്റെ അരുവത്താന്ന് കണ്ടില്ലേ, വീട് ഇത്രേ ദൂരമല്ലോ, കാട്ടിലൊന്നുമല്ല. ഉണ്ടല്ലേ, മഴ വന്നാൽ ഇത് പറയാൻ കഴിയില്ല, ഇത് കാട് എന്നേ വിചാരിക്കും. അങ്ങനെയാണ്, എത്ര കളഞ്ഞാലും കാട് വരും. പിന്നെ നമ്മൾ വൈകുന്നേരം നിന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കണം, എന്നാലേ കളിച്ചുകൊണ്ടും ഉണ്ട്. വീട് കണ്ടില്ലേ, എന്താ ഞാൻ ദൂരമൊന്നുമല്ല ഇല്ലത്, ഇവിടെ തന്നെയാണ്. അതിലൊന്ന് കുറച്ച് വൃത്തിയാക്കുമ്പോൾ നോക്കി എന്ത് വൃത്തിയായിന്ന് കണ്ടില്ലേ. ഇത് കുറച്ച് ഞാൻ ആക്കട്ടെ, ഇത്രയും ഞാൻ എടുക്കും, 5 മിനിറ്റ്, അതിലപ്പുറം നിനക്ക് ആവും ചെയ്യില്ല. എൻ്റെ കുഞ്ഞു വന്ന് കണ്ടു, അമ്മമ്മേരെ അടുത്ത് തന്നെ ഇതാ പാവം മോൻ, സങ്കടമാകുന്ന നമുക്ക് മോനെ. നമ്മളൊരമ്മയാണിതാ കന്നിന് എല്ലാം ഇഷ്ടമാണ് നടാനുള്ളതാ. ലക്ഷ്മി അമ്മ നമ്മളെ കാവേരി വാഴയുടെ കന്നിനെ അമ്മ വന്നത്, ഇതാ മൈസൂർ വാഴയുടെ കന്നും അവർക്കില്ല. എന്താ ഇങ്ങോട്ട് നോക്കിയാണമ്മേ മോളെ, വേണ്ട അമ്മ കന്നെല്ലാം ഇവിടെ പൊരിച്ച് വെച്ചു നടാൻ വേണ്ടിയിട്ട്. ഇവിടെ പൊരിച്ച് വെച്ചിട്ട് പൊരിക്കാനാവുന്നില്ല നോക്കപ്പോഴേക്ക്. വലിയ കന്നുണ്ട്, നമുക്ക് പൊരിക്കാനാവുന്നില്ലല്ലോ, ചെറുത് കിട്ടിയിട്ടുണ്ട്. അല്ല നടാൻ ഇഷ്ടമില്ല അമ്മയാണ്. എന്നാലും അങ്ങനെ കേട്ടാ കൊണ്ടുപോയിട്ട് നല്ല പാകിൽ നട്, വൃത്തിയിൽ നടാൻ ഉണക്കിക്കളയാണ്ട്. ചെറുജീരയുടെ കളർ ഉണ്ട്, ഇപ്പം നല്ല പച്ചയായി. ഇതാ ചുവപ്പ് കളറിലുണ്ടായിന്. ഇങ്ങനെയാണെന്ന് തോന്നുന്നു എല്ലാവരും പൊന്നാങ്കണ്ണി ചീരാന്ന് പറയുന്നത്. അമ്മ വന്നിട്ട് ഇത് കാവേരി വാഴയുടെ കന്നാണ്, പൊരിച്ച് നട്ടതായതുകൊണ്ട് ഓർമ്മ ആദ്യതാണ്. ഇതല്ല കിട്ടിയില്ല, അപ്പുറത്ത് ചെറിയത് എടുത്തു. അതിൽ ഒരാൾക്ക് കിട്ടിയാൽ നല്ലതല്ലേ. അന്ന് കിട്ടി അന്ന് ചെറിയ 2-3 അത്രേ വേണ്ടു. അത് പോയി അമ്മേരെ വയ്യ കുറച്ച് നേരം നടന്നു. കാടെല്ലാം ഇങ്ങനെ വൃത്തിയായേ, കൊമ്പെല്ലാം അതിൻ്റെ മിരട്ടയില്ല, അതുകൊണ്ട് ആടെ അങ്ങനെ വൃത്തിയാവില്ല, വിരിക്കാനും നിൽക്കാവില്ല. ഇല്ല ഇന്നലെ നമ്മൾ കണ്ടതെല്ലാം പൂവെല്ലാം അരിഞ്ഞെടുത്തു കണ്ടില്ലേ, ഇവിടെ അരിഞ്ഞ് കൂട്ടിയിട്ടുണ്ട്. ഇനി അടുക്കള വേസ്റ്റെല്ലാം നാളെ ഇടാം. ഉണ്ടേന്ന് മുളക്കുന്നുണ്ട്, അതാ കാച്ചിൽ വേണ്ട അങ്ങനെ ചാടിയതാടെ വിളിച്ചാന്ന്. കരിയാമ്പ് ദഹിൻ്റെ നല്ല ഇത് നമ്മളെ പഴയ വീടിൻ്റെ കറണ്ടിൻ്റെ ഇത് കട്ടാക്കിയിട്ട് ഉണ്ടായിട്ട് തൂക്കിയിട്ട് ഒഴിവാക്കിയിട്ടില്ല. ഇത് വേണ്ടത്ര ഇല്ലേ, പെട്ടെന്ന് വൃത്തിയാവും. ഒന്നിങ്ങനെ കൈ പോയാൽ മതി, വിഷമേയില്ല. മണങ്ങാനെല്ലാം കഴിയുന്നവർക്കാണെങ്കിൽ വേഗം വൃത്തിയാക്കുക. ഇതിങ്ങനെ കണ്ടത് ഇങ്ങനെ വലിച്ചാൽ വരും. ഇത് അങ്ങനത്തെ കാടാണ്. എന്നിട്ട് പഴഞ്ചക്ക വീണ് അതിൻ്റെ ഉണ്ടായറുണ്ട്, നല്ല പറിക്കാൻ കിട്ടൂല, മേലെയാണ് അതിൻ്റെ പഴഞ്ചക്ക. അതിൽ വീണ് നല്ല അയറായി ഇടുക. നമുക്ക് ഇതെല്ലാം ഇത് നാളെ ആക്കാം. ഇതെല്ലാം അടുക്കള വേസ്റ്റെല്ലാം ഇട്ട് അതിൻ്റെ മേലെ ഇന്നലത്തെ പോലെ പുല്ലെല്ലാം വാരിയിട്ട് ഇടക്കിടക്കിട്ട് കിഴങ്ങൊന്നും കിട്ടിയിട്ടെങ്കിലും പറപ്പിലയറാവുമല്ലോ. എല്ലാം നമുക്കിനി വാഴയെല്ലാം പൊരിച്ച് നടാം, കവുങ്ങ് വെക്കുക. കാട്ടുവാഴ തന്നെ ഇങ്ങനെ പൊരിച്ച് നട്ടാൽ ആവുമല്ലോ. ഉണ്ടല്ലേ, വെളിയായില്ലേ നോക്കിയേ. ഇനി ഇതും കൂടെ അങ്ങോട്ട് വെയിലായി ഇടാം. ഇന്നും വെയിലൊന്നുമില്ല, നല്ല തണലാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് അത്രയും സമയം ഞാൻ കളഞ്ഞിട്ട് കണ്ടില്ലേ, ഇത്ര വൃത്തിയായില്ലേ. പണിക്കാറുണ്ട് അവിടെ. നല്ലൊരു വീടായിട്ട് നാളെ വരെ. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇല്ല സന്തോഷമുണ്ടല്ലോ, എപ്പോഴും ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കെല്ലാം ഇതൊരു വലിയ സന്തോഷമാണ്, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കണ്ടില്ലേ, ഇതിൽ മരമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വൃത്തിയാക്കാൻ കഴിയില്ല, ഇതിൽ വലിച്ചു നീക്കണ്ടേ. ഇന്ന് മതിയാക്കി, പിന്നെ തോന്നിയെങ്കിൽ ആദ്യം പോവും. എന്നങ്ങനെ വെള്ളമെല്ലാം കുടിക്കട്ടെ.